Now aws.amazon.com എന്ന് ടൈപ്പ് ചെയ്യുക. സോ യു കൻ ഡയറക്റ്റ്ലി ലോഗ് ഇൻ ടു യുവർ AWS മാനേജ്മെൻറ്റ് കൺസോൾ. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇതാണ് AWS ഹോം പേജ്. ഇൻ ടു ദ കൺസോളിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് ലോഗിൻ സ്ക്രീൻ. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് നിലവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ AWS അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്, പേയ്മെൻറ്റ് കാർഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് സെർട്ടൺ സർവീസസ് AWS 1 ഇയർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മോർ ദാൻ ദാറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് അവർ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഒരു അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നിന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് AWS മാനേജ്മെൻറ്റ് കൺസോൾ. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഒരുപാട് സർവീസസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് AWS നിങ്ങളുടെ മുന്നിലേക്ക് ഈ സർവീസസ് എല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് AWSൻ്റെ ഒരു പ്രത്യേകത. ഹിയർ നിങ്ങൾക്ക് സർവീസസ് എന്നുള്ള ആ ഏരോ കീയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സർവീസസ് AWS പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സർവീസസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. RDS, VPC, IAM റോൾ, EC2, S3 മാനേജ്മെൻറ്റ്, ഇതെല്ലാം പല കാര്യങ്ങൾക്ക് നമുക്കൊരു പ്രൊഡക്ഷൻ ലെവലിൽ ഒരു ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന 100% കാര്യങ്ങളും എന്ന് തന്നെ പറയാം. അത്രയും കംപ്ലീറ്റ് എയ്ഡ് ആയിട്ടാണ് നമ്മളെ AWS നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിക്ക് ഓൺ EC2 ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ EC2 ഡാഷ്ബോർഡാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഇൻസ്റ്റൻസസ് റണ്ണിങ് ഉള്ളത്. ഇപ്പോൾ എല്ലാം 0 ആണ്. ഓൺലി ഒരു ഡീഫോൾട്ടഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് മാത്രമാണ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നത്. ബാക്കിയെല്ലാം നള്ളാണ്. സോ ക്ലിക്ക് ഓൺ റണ്ണിങ് ഇൻസ്റ്റൻസസ്. സോ ദർ ആർ നോ റണ്ണിങ് ഇൻസ്റ്റൻസസ്. നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻസസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിസിബിളായിട്ട് വരും. ഓക്കെ, സോ ലോഞ്ച് ഇൻസ്റ്റൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആമസോൺ ലിനക്സ് 2 AMI ഫ്രീ ടയർ എലിജിബിൾ ആണ്. നിങ്ങൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഫ്രീ ടയർ ഓൺലി എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഏതെല്ലാം മെഷീൻസാണ് ഫ്രീ ടയർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫ്രീ ടയർ അവൈലബിൾ ആയിട്ടുള്ളത് AWSൽ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമുക്ക് AWS ആമസോൺ ലിനക്സ് 2 AMI തന്നെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഫ്രീ ടയർ ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നിങ്ങളത് ശ്രദ്ധിക്കുക. ഫ്രീ ടയർ എന്നുള്ളതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ്, ഇവിടെയാണ് നമ്മുടെ ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഇവിടെ T2 മൈക്രോ എന്നുള്ളത് ഫ്രീ ടയർ എലിജിബിൾ ആണ്. AWSൻ്റെ 1 ഇയർ പാക്കേജിൽ ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്, ഒരു ഫാമിലിയാണ് T2 മൈക്രോ എന്നുള്ളത്. അപ്പോൾ അതിൽ 1 GB റാം 1 CPU എന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക അവൈലബിൾ ആയിട്ട് കിട്ടുക. നിങ്ങൾക്ക് ബാക്കി കാണാൻ കഴിയുന്നുണ്ടായിരിക്കും T3 നാനോ, T2 2X ലാർജ്, ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് വേരിയൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഫ്രീ അല്ല. ഓക്കെ, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ T2 മൈക്രോ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, കോൺഫിഗർ ചെയ്യണം ഇൻസ്റ്റൻസ് ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങളൊന്നുകൂടി അഡ്വാൻസ്ഡ് ഒരു
സെക്ഷനാണ്. നിങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ ലെവലിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ അതിലേക്ക് ഐ എം റോൾ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇൻസ്റ്റൻസിനെ സെക്യൂർഡ് ആക്കാനുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഇപ്പോൾ ഒരുപാട് ആലോചിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട കാര്യമല്ല. സോ ഓൺലി ഒരു പഠിക്കുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. നെക്സ്റ്റ് ആഡ് സ്റ്റോറേജ്. അതാണ് അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് ആഡ് ചെയ്യാൻ. ഇവിടെ നിങ്ങൾക്ക് 30 GB ആണ് ആമസോൺ AWS നിങ്ങൾക്ക് 1 ഇയർ ഫ്രീ ആയിട്ട് തരുന്നത്. അതിൽ ഇപ്പോൾ റൂട്ട് വോള്യം നിങ്ങൾക്ക് 8 GB കൊടുക്കാം. നിങ്ങൾക്ക് 30 GB അപ് ടു 30 GB വരെ കൊടുക്കാം. 35 GB കൊടുത്താൽ നിങ്ങൾ അഡീഷണൽ 5 GB എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ ഫ്രീ ആയിട്ട് 1 ഇയർ ഏതൊക്കെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇതിൽ ഞാൻ തൽക്കാലം ഇപ്പോൾ 8 GB ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഡിലീറ്റ് ഓൺ ടെർമിനേഷൻ എന്ന് വെച്ചാൽ ഒരു അഡീഷണൽ വോളിയം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇൻസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ ഇൻസ്റ്റൻസ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അത് വോളിയം ഡിലീറ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വോയിഡായിട്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കിയിടാം. എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നെക്സ്റ്റ് ആഡ് ടാഗ്സ്. നിങ്ങളുടെ ഒരു കൺവീനിയൻറ്റിന് അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്കത് എന്താണ് ടാഗ്സ് നിങ്ങൾക്ക് ഇതിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ടാഗ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് കോൺഫിഗർ ചെയ്യാനാണ്. സെക്യൂരിറ്റി ഗ്രൂപ്പ് കോൺഫിഗർ ചെയ്യാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വളരെ സെക്യൂർഡ് ആക്കിയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒരുപാട് റൂൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇതിലിപ്പോൾ ഞാൻ ഒരുപാട് റൂൾസും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. നിങ്ങളുടെ കൺസെപ്റ്റ്, അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ വെബ് ആപ്ലിക്കേഷനാണോ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഏതൊക്കെ സർവീസസ് ആണോ നിങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ അതിന് വേണ്ട സെക്യൂരിറ്റി റൂൾസ്, സെക്യൂരിറ്റി പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ആഫ്റ്റർ ലോഞ്ചിങ് ദിസ് ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഓക്കെ. സോ നെക്സ്റ്റ് ആണ് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്യുന്ന സെക്ഷനാണ്. എല്ലാം ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്യുക, നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ, നമ്മളെ ആവശ്യത്തിനുള്ള ഒരു ഇൻസ്റ്റൻസസ് തന്നെയല്ലേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതെന്നെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. Then click on launch. ഇവിടെയാണ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്കൊരു കീ പെയർ, അതായത് നിങ്ങൾ ഇൻസ്റ്റൻസിലേക്ക് മാത്രമായിട്ടുള്ള ഒരു ആക്സസ് ഉള്ള ഒരു കീ പെയർ നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഒരു നെയിം കൊടുക്കുക, എന്ത് നെയിം വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം. നെക്സ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് അവിടെ നോട്ട്സിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. സോ ഡൗൺലോഡ് ചെയ്യുക. സെക്യൂർഡ് പ്ലേസിൽ തന്നെ ഈ ഒരു ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്ത് വെക്കുക. ദെൻ ലോഞ്ച് ഇൻസ്റ്റൻസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്കിപ്പോൾ അവിടെ ഒരു മെസ്സേജ് കാണാം, ഇൻസ്റ്റൻസ് ആർ നൗ ലോഞ്ചിങ്. The following instance launches have been initiated. Click on the link. സോ നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ ഒരു ഇൻസ്റ്റൻസ് EC2 ഇൻസ്റ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് പെൻഡിങ് ആണ് ഇപ്പോഴും.
അത് എന്ത് ചെയ്യാണ്, ലോഡായിട്ട് ലൈവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗിവ് എ മിനിറ്റ്, ഇറ്റ് വിൽ ബി ലൈവ് സൂൺ. യെസ്, നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് റണ്ണിങ് എന്നുള്ളത്. സോ നിങ്ങൾ സക്സസ്ഫുള്ളി ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഹോസ്റ്റിംഗ് പേർപ്പസിനെല്ലാം നിങ്ങൾക്ക് ഇനി ഈ ഒരു EC2 ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ബട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബേസ്ഡ് ഓൺ യുവർ പ്രൊജക്റ്റ് നിങ്ങൾക്ക് അഡീഷണൽ സെക്യൂരിറ്റി ആഡ് ചെയ്യണം. ഇത് ഓൺലി ഒരു എഡ്യൂക്കേഷൻ പേർപ്പസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. പ്രൊഡക്ഷൻ ലെവലിലേക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ്സ് നിങ്ങൾക്ക് ഇതിലേക്ക് ഫേസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് EC2 ഇൻസ്റ്റൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. എല്ലാവർക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇതുപോലെ ഒരുപാട് സർവീസസ് AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ വി കൻ ഡിസ്കസ് ഇറ്റ്. ടിൽ ദെൻ, ബൈ.